കാലല്ല 666 എന്നുള്ള മുദ്ര ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. പെന്തക്കോസ്തിൽ 25 വർഷം പാസ്റ്ററായി നിന്നൊരു മനുഷ്യനുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ സാത്താനെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ബൈബിളിൽ കാണുന്ന യഹോവയാണ്. ഒരു ആന്റി വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഇനി നിങ്ങളാരും യേശുവെ യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കരുത്. അത് സാത്താനോടാ പ്രാർത്ഥിക്കുന്നത്. സത്യത്തിൽ അവസാന ശ്വാസം പോകുന്നത് വരെ ഉറച്ചു നിന്നാണ്. അറിയാം, ഇതുപോലുള്ള അനേക എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നവർ അനേകര് അല്ലെങ്കിൽ ഇന്ന് ഈ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കി, ഈ മനുഷ്യൻ പറയുക ഞാനാണ് യേശു ക്രിസ്തു, എല്ലാവരും എന്നെ അനുഗമിക്കണം. ഈ മനുഷ്യന്റെ പുറകെ സകലമായ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, വിശുദ്ധ വേദപുസ്തകം പറഞ്ഞാൽ അനേക എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നിരിക്കുന്ന വേഗത്തിൽ നിങ്ങളൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കണം, ശ്രദ്ധിക്കുന്നത്. ഈ മനുഷ്യൻ പറയുകയാണ് ഞാനാണ് യേശു ക്രിസ്തു, എല്ലാവരും എന്നെ അനുഗമിക്കണം. അങ്ങനെ ഈ മനുഷ്യന്റെ പുറകെ സകലമായ മനുഷ്യരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ജോയ്സ് ലൂയിസ് ജെ ജീസസ് മിൻഡ എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസികളുടെ കഴുത്തേലും കടലിയേലും കാലെല്ലാം 666 എന്നുള്ള മുദ്ര ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ആ മനുഷ്യൻ. ഈ മനുഷ്യൻ പറയും ഞാനാണ് യേശു ക്രിസ്തു, വരാമെന്ന് പറഞ്ഞവൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ സഭയിൽ നിന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയായി തീരുകയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫോളോവേഴ്സ് ഇന്ന് ആ മനുഷ്യനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുക അന്ത്യ കാലഘട്ടമാകുമ്പോൾ അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നാളെ എങ്ങാനും അരപ്പറ്റയിൽ യേശുക്രിസ്തു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ആരും എന്ത് ചെയ്യരുത്, ഓടിയേക്കരുത്. ഹല്ലേലൂയ. ഈ നമ്മുടെ എറണാകുളത്തുണ്ട് ഒരു യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യന് വളരെ ഫോളോവേഴ്സ് ഉണ്ട്. ബൈബിൾ കോളേജിൽ LTH വരെ പഠിച്ചൊരു മാന്യന. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഒരു വല്ലാത്ത കാലഘട്ടം ഈ ആത്മീയ കാലഘട്ടത്തിൽ വളരെ നമ്മൾ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ നയിക്കുക. വീണ്ടും പറയുക, അനേക ദുരുപദേശങ്ങൾ എഴുന്നേക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:8 പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ജീവിൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. അടുത്ത ഒരു വാക്കുകൂടെ വേഗത്തിൽ വായിക്കാൻ, 2 തെസ്സലോനിക്കർക്കെതിരെ ലേഖനം 2:2-3 വാക്യം. അവിടെ പറയുക, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. കേട്ടോ, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. എങ്ങനെയാ ചതിക്കുന്നത്? ഉപദേശം മാറ്റി പറഞ്ഞ്, അല്ലെ, ദുരുപദേശം പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തേലും ദുരുപദേശമായി എഴുന്നേൽക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്തോത്രം ദുഃഖവലയിടന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു. ഞങ്ങൾ ഒരു പകലും വൈകുന്നേരം സെക്ഷൻ അവിടെ പോയി ഒരുപാട് നേരം പലരുമായി സംസാരിച്ചു. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയത്, ട്രിവാൻഡ്രത്തേക്ക് ഒരുപാട് ദുരുപദേശം കൂണുപോലെ മുളച്ചു വരുന്നത്, കൂണുപോലെ. സ്തോത്രം. ദൈവജനത്തിന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പോലും മനസ്സിലാകാതെ വണ്ണം പലരും നിന്ന് ഉഴലുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. 1-2 ഉദാഹരണം ഞാൻ വേഗത്തിൽ പറയാം. പെന്തക്കോസ്തിൽ 25 വർഷം പാസ്റ്ററായി നിന്നൊരു മനുഷ്യനുണ്ട്. 25 വർഷം കൺവെൻഷൻ പ്രാസംഗികനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാനൊരു കൺവെൻഷനിൽ കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ ചില നാളുകൾക്ക് മുൻപ് നിന്ന് പറയുക, വിശുദ്ധ വേദപുസ്തകത്തിൽ സാത്താനെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ബൈബിളിൽ കാണുന്ന യഹോവയാണ്. എങ്ങനെയുണ്ട്? 25 വർഷം ആരായിരുന്നു? പാസ്റ്ററായിരുന്നു. ആ മനുഷ്യൻ പ്രസംഗിക്കുക, ബൈബിളിൽ കാണുന്ന സാത്താനെന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ കാണുന്ന യഹോവയാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ട് കാണും, മനുഷ്യനെ കണ്ടു കാണും. പ്രിയപ്പെട്ടവർ, എന്റെ ചോദ്യം അതൊന്നുമല്ല, ഉപദേശത്തിൽ വിട്ടോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് ഈ 10, 2000, 3000, 4000 ഫോളോവേഴ്സിനെ എവിടെ നിന്ന് കിട്ടി? നമ്മുടെ പെന്തക്കോസ്തിനകത്തുനിന്ന്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആ 10, 20, 30, 40 വർഷം വചനം കേട്ട മനുഷ്യരാണെന്ന് ഈ ദുരുപദേശത്തിന്റെ എല്ലാം പുറകെ പോകുന്നത്. വീണ്ടും കഴിഞ്ഞ ദിവസം കേട്ടു, വേറൊരു ആന്റി, യെരുശലേമിൽ നിന്ന് ഒരു ആന്റി വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഇനി നിങ്ങളാരും യേശുവെ യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കരുത്. അത് സാത്താനോടാ പ്രാർത്ഥിക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ഉപദേശം പഠിപ്പിക്കുന്നു എന്നുള്ള ഭാവേന അനേകരെ ചതിച്ചു കളഞ്ഞു. പുള്ളിക്കാരത്തേക്ക് കൊണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എവിടെ നിന്നാ? AG-ന്നുണ്ട്, ചർച്ചക്കോടിന്നുണ്ട്, IPC-ന്നുണ്ട്,
എല്ലാ പാരമ്പര്യ സഭയും ഉണ്ടെന്ന് അവർക്ക് ഫോളോവേഴ്സ്. എന്താ സംഭവിച്ചത്? വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ അനേക ദുരുപദേശകന്മാർ ഇറങ്ങി അനേകരെ വഞ്ചിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം അപേക്ഷിക്കാനുള്ളത്, ഈ സത്യത്തെ അറിയാൻ കഴിഞ്ഞ് നമ്മൾ ഇത് ഭാഗ്യമാണ് കേട്ടോ. ഈ സത്യത്തെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമാണ്. അതുകൊണ്ട് അറിഞ്ഞ സത്യത്തിൽ അവസാന ശ്വാസം പോകുന്നത് വരെ ഉറച്ചു നിന്നോണം. കണ്ട ദുരുപദേശത്തിന്റെ പുറകെ നീ പോകരുത്.